പിന്മാറിയെന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ഒരു അവസാനം നടിയെ ആക്രമിച്ച കേസിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ, അതായത് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പരിശോധിച്ചപ്പോൾ അതിന്റെ എല്ലാം കുറെ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ നടി വീണ്ടും പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയിൽ നിന്നും അന്നുണ്ടായിരുന്ന ജസ്റ്റിസ് റോബിൻ സെബാസ്റ്റ്യൻ ഇപ്പോൾ പിന്മാറിയെന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് എത്രത്തോളം എന്താണ് ഈ ഇതുപോലെയുള്ള കേസുകൾ, അതുപോലെ നമുക്കറിയാം നടിയെ ആക്രമിച്ച കേസ് പല വിധത്തിലുള്ള വഴിത്തിരിവുകളിലൂടെയാണ് കടന്നുപോയത്. ഇപ്പോൾ ഈ ജസ്റ്റിസ് പിന്മാറുന്നതിന്റെ ആ ഒരു അവസ്ഥ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിരുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വന്ന കമ്മിറ്റി, വീണ്ടും രണ്ടാമത് വന്നിരിക്കുന്ന കമ്മിറ്റിയിലും താൻ തന്നെ അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ താൻ തന്നെ അതിന് ഈ ഓരോ കാര്യങ്ങൾ താൻ തന്നെ അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ടുകൾ കണ്ടെത്തുന്നതിലുള്ള ഒരു അപാകത, അതായത് അദ്ദേഹം വീണ്ടും അദ്ദേഹം തന്നെ ഈ കേസ് പരിഗണിക്കുന്നതിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പിന്മാറിയെന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അറിയിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസ് ഇത്രയും വർഷമായിട്ട് ഇതിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തിരിമറിവും അതുപോലെ തന്നെ സമ്മർദ്ദം മൂലവും ഒക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നടി വീണ്ടും ഈ തനിക്ക് നീതി കിട്ടണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി വീണ്ടും ഹൈക്കോടതിയിലേക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വിശ്വാസം അർപ്പിച്ചാണ്, അതായത് ഇനിയുള്ള നിയമപരമായിട്ടുള്ള ഇനിയുള്ള കോടതിയെങ്കിലും തനിക്ക് കോടതിയിലൂടെ തനിക്ക് നീതി ലഭിക്കൂ എന്നുള്ള ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് നടി ഇപ്പോൾ മുമ്പിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ കേസിന്റെ വഴിത്തിരിവ് തന്നെ പല രീതിയിൽ മാറിപ്പോയി, പല രീതിയിൽ ഈ കേസിന്റെ ഓരോ നൂലാമാലകൾ വരികയും അതുകൊണ്ട് തന്നെ ഈ കേസ് മുമ്പോട്ട് വീണ്ടും നീങ്ങിപ്പോകുന്ന കാലചക്രങ്ങൾ മാറി വരുമ്പോൾ പോലും ഇതുപോലുള്ള കേസിന് ഒരു വ്യക്തമായ ഉത്തരം പൊതുജനങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ നീതി ആഗ്രഹിച്ചിരിക്കുന്ന നടിക്കാണെങ്കിലും അതുപോലുള്ള ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഒരുപാട് കാലങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊരു അന്തിമമായ റിപ്പോർട്ട് വരികയോ അതുപോലെ തന്നെ ഇതിന് ഈ കേസ് അന്വേഷണത്തിന്റെ ഒരു ഒടുക്കം, അതായത് ഇതിന്റെ ഒരു അവസാനം കാണുകയും ഇതുപോലുള്ള ആൾക്കാർക്ക് നടിയെ പോലുള്ള സാമാന്യ നീതി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒരു നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത്തരം കാര്യങ്ങൾ മുൻപോട്ട് പോകുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.